BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 16-ാം സ്ഥാനത്ത് ബഹ്റൈൻ. ഓൺലൈൻ ഡേറ്റാബേസ് കമ്പനിയായ നംബിയോ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേട്ടം. പട്ടികയിൽ 2-ാം സ്ഥാനത്താണ് UAE. നംബിയോയുടെ 2025 സുരക്ഷാ സൂചിക പ്രകാരം UAEയുടെ സുരക്ഷാ സൂചിക സ്കോർ 84.5 ആണ്. 84.7 സ്കോർ നേടിയ അൻഡോറയാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഖത്തർ 3-ാം സ്ഥാനവും ഒമാൻ 5-ാം സ്ഥാനവും നേടി. 56.3 പോയിന്റോടെ കൂടി പാകിസ്ഥാൻ 65-ാം സ്ഥാനം നേടിയപ്പോൾ 55.7 സുരക്ഷാ സൂചിക പോയിന്റുകളുമായി ഇന്ത്യ 66-ാം സ്ഥാനത്താണ്. ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് സംഘടിപ്പിക്കുന്നതിനുള്ള സുരക്ഷാ ഡയറക്ടറേറ്റുകളുടെ തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും സംബന്ധിച്ച തുടർ നടപടികൾക്കായി യോഗം ചേർന്നു. പൊതുസുരക്ഷാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ താരിഖ് ബിൻ ഹസൻ അൽ ഹസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡയറക്ടർമാരും ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലെ പ്രതിനിധിയും പങ്കെടുത്തു. പരിപാടിയുടെ വിജയകരമായ ആതിഥേയത്വം ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ തയ്യാറെടുപ്പുകളുടെയും ആവശ്യമായ ക്രമീകരണങ്ങളുടെയും തുടർ നടപടികളുടെയും ഭാഗമായിരുന്നു യോഗമെന്ന് പൊതുസുരക്ഷാ മേധാവി അറിയിച്ചു. മത്സരങ്ങളുടെയും അതിൽ പങ്കെടുക്കുന്നവരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള പദ്ധതികൾ അവലോകനം ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ലഫ്റ്റനന്റ് ജനറൽ അൽ ഹസൻ വ്യക്തമാക്കി. ICF ഹമദ് ടൗൺ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ദിവസേന മലയാളികളെ കൂടാതെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാർ ഉൾപ്പെടെ 100-ൽ പരം ആളുകളാണ് ഇഫ്താറിൽ പങ്കെടുക്കുന്നത്. വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന സൂഖിലെ കടകളിലെ ജീവനക്കാർക്ക് ICF വർഷങ്ങളായി നടത്തുന്ന ഇഫ്താർ ഏറെ ആശ്വാസമാണ് നൽകുന്നത്. എല്ലാ വർഷവും ഇഫ്താർ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും റീജിയണൽ പ്രസിഡന്റ് നിസാർ സഖാഫി അറിയിച്ചു. വരും വർഷങ്ങളിൽ ഇഫ്താർ ഇതിനേക്കാൾ വിപുലമായി സംഘടിപ്പിക്കുമെന്നും റീജിയണൽ സെക്രട്ടറി ഇസാഖ് മട്ടന്നൂർ പറഞ്ഞു. ദിവസേന ഇഫ്താറിന് മുൻപ് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിസാർ സഖാഫി, ഷിഹാബുദ്ദീൻ സിദ്ദീഖി, ഇസ്മയിൽ മുസ്ലിയാർ, ഇബ്രാഹിം സഖാഫി, അബ്ദുറഹ്മാൻ ചെക്കിയാട് എന്നിവർ നേതൃത്വം നൽകി വരുന്നു. സോക്കിലെ വിശ്വാസികളുടെ സൗകര്യാർത്ഥം ദിനേന 2 തവണ തറാവിഖ് നിസ്കാരവും റമളാന്റെ അവസാന 10കളിൽ പ്രത്യേക പ്രാർത്ഥനാ മജ്ലിസും പെരുന്നാൾ ദിവസം നിസ്കാരവും ഈദ് സംഗമവും വർഷങ്ങളായി നടന്നുവരുന്നു. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാന BJPക്ക് പുതിയ ടീം ഉടൻ ചുമതലയേൽക്കും. ഏപ്രിൽ പകുതിയോടെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. അതേസമയം ഭാരവാഹി തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യുന്നതിനായി BJP കോർ കമ്മിറ്റി യോഗം നാളെ ചേരും. നിലവിൽ സംസ്ഥാന അധ്യക്ഷന്റെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് മാത്രമാണ് BJPയിൽ പൂർത്തിയായത്. ജില്ലാ ഭാരവാഹികളുടെയും സംസ്ഥാന കോർ കമ്മിറ്റി ഭാരവാഹികളെയും പ്രഖ്യാപിക്കാൻ ഉണ്ട്. ഇതിൽ ജില്ലാ ഭാരവാഹികളെ ആദ്യം തിരഞ്ഞെടുക്കും. പിന്നാലെ ഏപ്രിൽ പകുതിക്ക് മുൻപായി സംസ്ഥാന തലത്തിൽ BJPയുടെ പുതിയ ടീം നിലവിൽ വരുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ആശാ വർക്കർമാർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പാലക്കാട് നഗരസഭ. വർഷം 12,000 രൂപ നൽകുമെന്ന് നഗരസഭ ബജറ്റിൽ പ്രഖ്യാപനം. ബജറ്റ് പ്രസംഗത്തിലാണ് നഗരസഭയുടെ പ്രഖ്യാപനം. ഇതിലൂടെ മാസം നഗരസഭയിലെ ഓരോ ആശാ വർക്കർക്കും 1000 രൂപ വീതം അധിക വരുമാനം ലഭിക്കും. BJPയാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാമാരുടെ നിശ്ചിതകാല സമരം 45 ദിവസം പിന്നിടുകയാണ്. നിരാഹാര സമരം 7-ാം ദിവസത്തേക്കും കടന്നു. സാഹിത്യ സാംസ്കാരിക പൊതുരംഗങ്ങളിലെ നിരവധി പേർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്ക് HIV ബാധ സ്ഥിരീകരിച്ചു. ഒരു സംഘത്തിലെ 9 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ്ങിലാണ് HIV ബാധ കണ്ടെത്തിയത്. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. വാർത്ത മലപ്പുറം DMOയും സ്ഥിരീകരിച്ചു. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം രോഗബാധയ്ക്ക് കാരണം. ജനുവരിയിൽ കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ്ങിലാണ് വളാഞ്ചേരിയിൽ ഒരാൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് 9 പേർക്ക് HIV സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ച് ഇവർ ലഹരി ഉപയോഗിച്ചതായാണ് രോഗബാധയ്ക്ക് കാരണമായതെന്നാണ് DMO അറിയിക്കുന്നത്. ഇവരുടെ കുടുംബവും ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളെയും കേന്ദ്രീകരിച്ച് വലിയ സ്ക്രീനിംഗ് നീങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ഉയർന്ന താപനില തുടർന്നു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തി. ഇടുക്കിയിൽ അൾട്രാവയലറ്റ് ഇൻഡെക്സ് സൂചിക 9 പോയിന്റിലെത്തി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ 8 UV നിരക്ക്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 6 രേഖപ്പെടുത്തിയിരിക്കുന്നത്.
തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് UV ഇൻഡെക്സിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മദ്യലഹരിയിൽ യുവാവ് സുഹൃത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കിളിമാനൂർ കാട്ടുംപുറം പത്തടിക്കളം ആര്യഭവനിൽ ഉണ്ണിയുടെ മകൻ അഭിലാഷാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് പന്തടിക്കളം മണ്ണടിയിൽ അരുണിനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 6ഓടെയാണ് സംഭവം. താടിപ്പണിക്ക് പോകുന്ന ഇരുവരും ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം പന്തടിക്കളം ജംഗ്ഷനിലെത്തി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അരുൺ തടിക്കഷ്ണം ഉപയോഗിച്ച് അഭിലാഷിനെ മർദ്ദിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പന്നിയങ്കര ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച നിരക്ക് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കാർ, ജീപ്പ്, വാൻ, LME വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു യാത്രയ്ക്കുള്ള നിരക്ക് 115 രൂപയും ഒരു ദിവസം മടക്കയാത്രയ്ക്കുള്ള തുക 170 രൂപയുമായി വർദ്ധിപ്പിച്ചു. ബസ്, ട്രക്ക്, മറ്റ് 2 ആക്സസിൽ വാഹനങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് 360 രൂപയും ഒരേ ദിവസം മടക്കയാത്രയ്ക്ക് കൂടിയുള്ള തുക 540 രൂപയുമായി ഉയർത്തി. ഇത്തരം വാഹനങ്ങൾക്ക് ഒരു മാസത്തേക്ക് പാസ് എടുക്കാനായി തുക 12,005 രൂപയാക്കി. കുതിരാനിലെ തുരങ്കപാതയിൽ ഉൾപ്പെടെയുള്ള 28 കിലോമീറ്റർ റോഡിനാണ് വർദ്ധിപ്പിച്ച നിരക്ക് ഈടാക്കുന്നത്. ടോൾ പ്ലാസയിൽ നിന്ന് 20 കിലോമീറ്ററിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങൾക്ക് മാസത്തിൽ 350 രൂപയ്ക്ക് പ്രവേശന പാസ് എടുക്കാമെന്നും ടോൾ കമ്പനി പറയുന്നു. കരാർ വ്യവസ്ഥ പാലിക്കാത്തതിനാൽ സുഗമയാത്ര ഉറപ്പാക്കിയ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്നും ആവശ്യപ്പെടുമ്പോഴാണ് നിരക്കുകൾ ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ച് കമ്പനി പകൽക്കൊള്ള നടത്തുന്നതെന്നും യാത്രക്കാർ ആരോപിച്ചു. 90% പണി പൂർത്തിയായാൽ മാത്രമേ ടോൾ പിരിക്കാവുള്ളൂ കരാറിൽ കാണിച്ചിരിക്കെ 70% മാത്രം പണിയായിരിക്കെ നിർമ്മാണം പൂർത്തിയായെന്ന് ചൂണ്ടിക്കാട്ടി 2022 മാർച്ച് 9 ടോൾ പിരിവ് ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് അവകാശപ്പെടുന്ന 6 വരി പാതയിൽ 10ഓളം സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. സർവീസ് റോഡുകളും ബസ് ബേ, സ്ട്രീറ്റ് ലൈറ്റ്, അഴുക്കുചാൽ നിർമ്മാണങ്ങൾ എന്നിവയും പല ഭാഗത്തും പൂർത്തിയായിട്ടില്ല. വാണിയമ്പാറയിലും കല്ലടിക്കിലും മുടിക്കോടും മേൽപ്പാലങ്ങളുടെ പണി നടക്കുകയാണ്. ഇവിടെയെല്ലാം വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. വടക്കാഞ്ചേരി മേൽപ്പാലം നിരവധി തവണയായി പൊളിച്ചു പണിയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.